രക്ഷണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അംബ്രല്ല കട്ട് ഉള്ള ഒരു സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തായിരുന്നേ. അപ്പോൾ അതിന് പറ്റിയ ഒരു ടോപ്പ് കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതുപോലുള്ള ഒരു ഗോൾഡൻ കളറുള്ള ഒരു ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ ചെറുതായിട്ട് നമ്മളൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബീഡ് വർക്ക് ഇതേപോലെയുള്ള സ്റ്റോണുകളുള്ള ഷോ ബട്ടണുണ്ട്. ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് പാക്കറ്റ്. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റോണിൻ്റെ ഒക്കെ വെച്ച് നല്ലൊരു പാക്കറ്റ്. അപ്പോൾ ഇതേ തന്നെ കളറാണ് എൻ്റെ സ്കേർട്ടിൻ്റെ കളറ്. അതിന് ചുറ്റും നമുക്കിതുപോലെ കട്ട് ബീഡ്സ് കൊണ്ടും വർക്ക് ചെയ്യാം. അങ്ങനെ അതും ചെയ്യുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ഇതിനകത്തിൽ പഫ് സ്ലീവാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നോർമലായിട്ട് നമ്മളൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പുമാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നെക്കിൽ എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്യുവാണേ. അപ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 4ആയിട്ട് അങ്ങ് മടക്കിയിട്ടു. ഞാനിവിടെ എടുക്കുന്ന ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. നമുക്ക് ബാക്കിയുള്ളത് സ്ലീവിന് വേണ്ടി എടുക്കാം. ഭാഗം മാത്രം വേണം നമുക്കിപ്പോൾ എടുക്കാം. ഒരു ഭാഗം അതിങ്ങനെ ഫോൾഡായിട്ടല്ലേ, ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഭാഗം ഞാൻ ഫ്രണ്ടിനായിട്ടങ്ങ് എടുക്കുക. ഇപ്പം ഈ ഫ്രണ്ടിൽ ഇത് കട്ട് ചെയ്യുന്നില്ല, ഞാനിതെല്ലാം ഒന്ന് വരച്ച് കാണിക്കാം. ലെങ്ത് നമ്മൾ 22 ഇഞ്ച്. ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് 7 ഇഞ്ച്. ഷോൾഡറിൽ ബോർഡ് നെക്കാണ് വെക്കുന്നത്. അതുകൊണ്ട് 7 ഇഞ്ച് എടുത്തു. താഴോട്ടും 7 ഇഞ്ച്. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഈ വശവും ഞാൻ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ വര ലെവലിൽ ഞാനൊന്ന് വരച്ചു. ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി ലൂസിലിടുവാണ്. അപ്പോൾ ഒരു 10.5 ഇഞ്ച് ബാക്കി തയ്യൽ തുമ്പ് എടുക്കുന്നു. എന്നിട്ട് വേസ്റ്റ് എന്ന് പറയുന്നത് ഷോൾഡറിന് താഴോട്ട് 14 ഇഞ്ച് വേസ്റ്റ്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ച്. 9ഉം 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ നമ്മൾ താഴെ ഹിപ്പ് എടുക്കുന്ന വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ച്. 11 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അവിടെ 1 ഇഞ്ച്. അപ്പം ഇതാണ് നമ്മുടെ മാർക്കിങ്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മളിത് കട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ കാണണം. ഇത് സെൻറ്റർ 7ൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 3.5 ഇഞ്ച്. ഈ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യുക. കുഴിച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ബോട്ട് നെക്കല്ലേ, 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തു. 4 ഇഞ്ച് നെക്കിൻ്റെ ലെങ്തും എടുത്തു. എന്നിട്ടതൊരു ബോക്സ് ആക്കി അങ്ങ് മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്കിതിനകത്തിൽ നെക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് ഒരു വശമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അകത്തോട്ടൊന്ന് മടക്കാം. നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം അകത്ത് വരണേ. അപ്പം 2 സൈഡിലും ഈ മാർക്കിങ് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലൊന്ന് നമ്മളൊന്ന് കൊട്ടിക്കൊടുക്കുക.
നെക്കിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത എല്ലായിടത്തും നമുക്കിതൊന്ന് കൊട്ടിക്കൊടുക്കാം. കൊട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ആ ചെയ്ത അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടും. നമ്മൾ ഈ നെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് 2.5 ഇഞ്ചിൽ നമ്മളിതുപോലെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് 2.5 ഇഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വർക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ രീതിയിൽ നിങ്ങളങ്ങ് വർക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ 2.5 എടുക്കുന്നതേ ഉള്ളേ. അതേപോലെ എല്ലാ ഭാഗത്തും 2.5 വെച്ച് ഇങ്ങനെ റൗണ്ട് നമ്മൾ 2.5 വെച്ച് മാർക്ക് ചെയ്യുക. ഇത് അവിടെ എവിടെയായിട്ട് നമ്മൾ ഇതുപോലെ ഈ ബീഡ്സ് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ വെച്ചിട്ട് ഇത് അവിടെ എവിടെയായിട്ട് വെച്ചിട്ട് ഇതിനുള്ളിൽ ഈ കട്ട് ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നെക്ക് ഡിസൈനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യുന്ന ഈ മെറ്റീരിയൽ നമ്മൾ റിങ്ങിലാക്കിയിട്ട് നമ്മൾ സ്റ്റാൻഡേ വെച്ചിട്ടുണ്ട്. എന്നിട്ടപ്പം നമ്മളിങ്ങനെ ഈ നെക്കിൻ്റെ ഭാഗം നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഈ സ്റ്റാൻഡേ വെക്കുന്നതിന് മുമ്പ് ഈ റിങ്ങിനകത്ത് വെച്ചിട്ട് നമ്മൾ നൂലിട്ട് ഇങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. ഇത് വലിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താപ്പോട്ട് കുഴിഞ്ഞു പോകും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇതുപോലെ ഏത് നൂല് വേണേലും നമുക്കെടുത്ത് ഇങ്ങനെ കെട്ടി ഒന്ന് നിവർത്തിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പും കൂടെ ആയിട്ട് പറയുവാണേ. ഇനി എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഡോട്ട്. ആ ഡോട്ടിനകത്തിലാണ് നമ്മൾ ഇതേപോലെ ഈ സ്റ്റോൺ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ ആണെങ്കിൽ നമുക്കിത് ഒട്ടിച്ചാൽ എനിക്ക് എത്രമാത്രം ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം സ്റ്റിച്ച് ചെയ്യാം. ഒട്ടിക്കുന്നവർക്ക് ഒട്ടിക്കാം. ഒട്ടിച്ചാൽ ഇളകി പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ നമുക്ക് വെച്ചിട്ട് ഈ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ വിടണേ. 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ അടിച്ച് പോകുന്നതാണല്ലോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ ബട്ടൺ ഈ സ്റ്റോണിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കും നമ്മൾ ചെയ്ത് വെക്കും. ഇനി എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലൊന്നും അല്ല നമുക്കിതിനൊരു ഹോളുള്ളത്. ഇത് കണ്ടോ, ഇടയിൽ കൂടി നമുക്കൊരു ഹോളുണ്ട്. ആ ഹോളിനകത്തിൽ കൂടെ എല്ലാ വശത്തൂടെയും നമുക്ക് നൂല് കയറ്റി വേണം നമ്മളിത് തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഹോളിൽ കൂടെ വേണം നമ്മൾ തയ്ക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഈ ബ്ലൗസിന് എംബ്രോയ്ഡറി വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും ഒരു ബോർഡർ കൊടുത്തു. എന്നിട്ട് അകത്ത് നമ്മളതങ്ങ് ആ കട്ട് ബീഡ്സ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്തേക്കുവാണേ. അപ്പോൾ ഇത് എല്ലാവർക്കും ബിഗിനേഴ്സിനായാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണേ. അപ്പോൾ നമ്മളിതിൻ്റെ നെക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ട്. നമ്മളിത് കട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം, കട്ടിങ്ങിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഹാൻഡ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫ്രണ്ട് നമുക്കിതുപോലെ രണ്ടായിട്ടങ്ങ് മടക്കാം. രണ്ടായിട്ട് മടക്കി അപ്പോൾ ഇത് 22 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അടിവശത്ത് നിന്ന് ഒരു 3.5 ഇഞ്ചിൽ ഞാൻ ഒരു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്ലിറ്റായിട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ വന്നിട്ട് ഈ സ്ലിറ്റിൻ്റെ ഉള്ളോട്ട് വന്നിട്ട് ഇങ്ങനെ വയ്ക്കണം. അങ്ങനെ നമ്മളിതിൻ്റെ ഫ്രണ്ടെല്ലാം മാർക്ക് ചെയ്തു. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. ഇത് തന്നെ വെച്ച് നമ്മൾ ബാക്കിലൂടെ മാർക്ക് ചെയ്യണം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിലൂടെ കട്ട് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പിന്നെ ലൈനിങ്ങിലൂടെ വെട്ടണം. അതിനു മുമ്പേ നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്കൊന്ന് കുഴിച്ച് വെട്ടണം.
ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. ഈ രീതിയിൽ നമുക്ക് ലൈനിങ് കൂടെ വെട്ടിയാൽ നമുക്ക് ബാക്കി വന്ന സ്ലീവിനായിട്ട് എടുക്കുവാണെങ്കിൽ ബാക്കി വന്ന തുണി അത് ഞാൻ 4ആയിട്ട് മടക്കിയാണ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 10.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10.5 കൊടുക്കാം, അല്ലെ അതിൽ കൂടുതൽ കൊടുക്കാം. എന്നിട്ട് ബാക്കി ഒരു 2.5 ഇഞ്ചുള്ളത് ഞാനത് പഫിൻ്റെ ഹൈറ്റിനായിട്ട് എടുക്കുവാണേ. അപ്പം ഈ 10.5 തന്നെ 2 സൈഡിലും മാർക്ക് ചെയ്യാം. 10.5 മാർക്ക് ചെയ്തു. അതോടെ ഒരു ലൈൻ വരച്ചു. ഇവിടുന്ന് മുകളിലത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കോർണറും തമ്മിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കാണുക. ഇതിൻ്റെ നടുവശം കാണും. 9 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4.5 ഇഞ്ച്. എന്നിട്ട് ഈ 4.5 ഇഞ്ച് ഇങ്ങോട്ട് മേളിലോട്ടൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഈ 4.5 ഇഞ്ച് ഒന്ന് കാണാൻ വേണ്ടി 4.5 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മുട്ടിക്കുക. എന്നിട്ട് നമുക്കിവിടെ എത്രയാണോ തയ്യൽ തുമ്പ്, ഇവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുവാണേ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് മുട്ടിക്കുക. എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് തയ്യൽ തുമ്പും തമ്മിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് കൊടുത്തല്ലോ, പഫിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഫിൻ്റെ ഹൈറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ 4.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ മിഡ് കണ്ടില്ലേ, ആ 4.5 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ വളച്ച് മാർക്ക് ചെയ്യുക. ഈ 4.5 ഇഞ്ച്. എന്നിട്ട് ഇങ്ങനെ അങ്ങ് വളച്ചാൽ മതി. ഇവിടുന്ന് ഒരു ഇഞ്ച് ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ 4.5 ഇഞ്ചിൻ്റെ അവിടെ വന്നെടുത്ത് നമ്മളൊരു നോട്ട് കൊടുക്കാം. അവിടെ വരെയാണ് നമ്മുടെ പഫ് വരുന്നത്. പഫ് ഇവിടെ വരെയാണ് നമ്മൾ ഇടുന്നത്. അതറിയാൻ വേണ്ടി അവിടെ നമ്മൾ നോട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വെക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകും. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമ്മൾ നിവർത്തിയിടുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗവും നിവർത്തിയിടുക. സെൻറ്ററും തമ്മിൽ ഒരുമിച്ചായിരിക്കണം. അങ്ങനെ വെച്ച് നമ്മൾ നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മളിതൊന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടുന്ന് 1/4 ഇഞ്ചിൽ നമുക്ക് ഈ നെക്കൊന്ന് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കണേ. 1/4 ഇഞ്ചിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യുക. എളുപ്പത്തിനായിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ ഓരോ കട്ട് ചെയ്ത് പോലെ കട്ട് കൊടുക്കുക. ഓരോ ഇഞ്ച് ഇടവിട്ട് കട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാമേ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിവിടെ സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സെയിം അങ്ങ് ചെയ്താൽ മതി. നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാമേ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ 2ൻ്റെ സെൻറ്റർ ഒരുമിച്ച് വെക്കുക. സെൻറ്ററിൻ്റെ 2 തയ്യലും നമ്മുടെ ഈ തയ്യൽ വരുന്ന ആ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. നമ്മുടെ കഴുത്ത് അകത്തോട്ടങ്ങ് മറിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് കറക്റ്റിന് നമ്മുടെ കഴുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ബാക്കി വരുന്ന ഇവിടുത്തെ ലൈനിങ്ങിൻ്റെ പോർഷൻ ഇച്ചിരി കൂടുതൽ എടുത്തത് കൊണ്ട്
ലൈനിങ് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അപ്പോൾ ഈ താഴ്വശത്ത് നമ്മുടെ സ്ലീവിൻ്റെ തുണിയൊന്നും കാണത്തുമില്ല, അത് കവറായി കിട്ടുകയും ചെയ്യും. അങ്ങനെ മറ്റേ സൈഡ് തയ്ച്ചെടുക്കണം. ഇനി നമ്മളിത് പതിഞ്ഞിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് കൊടുക്കുവാണ്. ഈ ഷോൾഡറിൻ്റെ ഈ സൈഡിൽ നിന്ന്, നമ്മുടെ ആ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഫ്രണ്ട് ആദ്യം സ്റ്റിച്ച് കൊടുക്കുക. അറ്റത്തൂടെ കൊടുക്കണേ, അറ്റത്തൂടെ കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിതുപോലെ ബാക്ക് ഫുള്ള് ചെയ്തിട്ട് അവിടെ കൊണ്ടിറക്കുക. അതേപോലെ ചെയ്യണേ. അങ്ങനെ നമ്മൾ ഷോൾഡറിലെല്ലാം ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ലൈനിങ്, വേണ്ടാത്ത ലൈനിങ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കാം. നമ്മൾ ലൈനിങ് പീസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് പഫ് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിന് പഫ് ഇടേണ്ടിടം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വരെ നമ്മളിങ്ങനെ പഫ് ഇട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പഫ് ഇട്ട് വരിക. അങ്ങനെ 2 സ്ലീവിനും പഫ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഈ സ്ലീവിൻ്റെ സെൻറ്ററും വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക, 1/2 ഇഞ്ചിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ 2 പഫും ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ അടിവശം മടക്കി അടിക്കേണ്ടവർക്ക് സ്ലീവിൻ്റെ അടിവശം മടക്കി അടിക്കാം. ഞാനിപ്പം മടക്കി അടിക്കുന്നില്ല, എനിക്കിങ്ങനെ കസവായതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല. അല്ലെങ്കിൽ 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ അടിച്ചാൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. ഞാനങ്ങനെ സ്ലീവിൻ്റെ അടിഭാഗം ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്ലിറ്റിൻ്റെ അവിടെ ഇവിടെ വരെയാണ് നമ്മുടെ ഇത് വരുന്നത്. ആദ്യം നമ്മൾ സ്ലീവ് തയ്ച്ചു, ഇങ്ങനെ വന്ന് ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തയ്യൽ അവിടെ അങ്ങ് സൂചി കുത്തി നിർത്തണം. എന്നിട്ട് നമുക്ക് സൂചി അവിടെ കുത്തി നിർത്തണം. എന്നിട്ട് അവിടെ നമുക്കൊരു സ്ലിറ്റ് ഇടാനാണ്. എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് എടുക്കുക. ഇവിടെ എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചൂടെ മടക്കിയിട്ട് സ്ലിറ്റ് നമ്മൾ തയ്ക്കുക. എന്നിട്ട് സ്ലിറ്റിൻ്റെ പോയിൻറ്റിന് ഒരു 1/2 ഇഞ്ച് മുകളിൽ കൊണ്ട് തയ്യൽ, ഒരു 1/2 ഇഞ്ച് മുകളിൽ കൊണ്ടുവന്ന് തയ്യൽ നിർത്തണേ. തയ്യൽ നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ മുമ്പ് മടക്കിയ പോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങോട്ട് തയ്ക്കാം. തയ്ച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് താപ്പോട്ട് സ്ലിറ്റ് തയ്ക്കാം. ഇതിൻ്റെ നല്ല വശത്തോടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണേ. ഇനി എന്നിട്ട് നമ്മളിത് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗം നമ്മൾ ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ അങ്ങനെ മടക്കി അടിച്ച് നമുക്ക് അത് ഫുള്ള് ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്യണേ. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ വ്യൂ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ബാക്കും വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്, പഫും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.